ചക്ക വരട്ടി ഉണ്ടാക്കുന്നതിന് വരിക്കച്ചക്കയാണ് എടുത്തേക്കുന്നത്. വരിക്കച്ചക്ക വരട്ടി ഉണ്ടാക്കാൻ പോകുന്നു. ചക്ക നന്നായി വൃത്തിയാക്കി അരിഞ്ഞെടുക്കുന്നു. അതിൻ്റെ കുരുവും ചകിണിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നു. ഇനി ചക്ക വരട്ടി ഉണ്ടാകാൻ പോവുകയാണ്. ചക്ക അരിഞ്ഞെടുത്തത്, ഏലക്ക, ചുക്ക്, നെയ്യ് എന്നിവയാണ് ചക്ക വരട്ടിക്ക് വേണ്ടത്. ചക്ക മിക്സിയിലിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. മിക്സിയിലിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കുന്നു. ഈ പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി അതിനകത്ത് നെയ്യ് ഒഴിക്കുന്നു. 2 സ്പൂൺ നെയ്യ് അങ്ങോട്ട് ഇടുന്നു. എന്നിട്ട് ചക്ക അരച്ച് വെച്ചേക്കുന്നത് അതിനകത്തോട്ട് ഒഴിക്കുന്നു. വെള്ളമൊന്നും ചേർക്കാതാണ് അരച്ചേക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കുന്നു. ഒരു 5-10 മിനിറ്റ് നേരം ഒന്ന് ഇളക്കണം. ഈ ചക്കയൊന്ന് നെയ്യിൽ കിടന്നൊന്ന് വേവണം. നമ്മൾ അടയൊക്കെ മൂപ്പിക്കുമല്ലേ, അതുപോലെ ഒന്ന് മൂപ്പിക്കണം. എന്നിട്ട് ശർക്കര ഉരുക്കി വെച്ചേക്കുന്നത് വെള്ളം പറ്റുമ്പോൾ അതിനകത്തോട്ട് ഒഴിക്കുന്നു. അരിച്ചൊഴിക്കുകയാണ്, മണ്ണും പൊടിയൊന്നും ഇല്ലാതെ ഇരിക്കാൻ. ഒരു 400 ഗ്രാം ചക്കപ്പഴത്തിന് ഒരു 200 ഗ്രാം ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ അത് ഇളക്കി യോജിപ്പിക്കുന്നു. ശർക്കര പാനിയാച്ചിയതും ചക്കയും കൂടെ ഇളക്കി യോജിപ്പിക്കുന്നതിന് ശേഷം ചുക്കും ഏലക്കയും കൂടെ പൊടിച്ചുകൊണ്ട് വന്ന് അതിടുന്നു. എന്നിട്ട് നന്നായി ഇളക്കി മൂപ്പിക്കുന്നു. അത് ഇങ്ങനെ ടൈറ്റായി വരുമ്പം ഒട്ടിപ്പിടിക്കാൻ തോന്നുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യാണ് ഇതിൻ്റെ വില്ല്. നെയ്യ് ഇട്ട് കൊടുക്കണം. നെയ്ക്കകത്താണിത് മൂത്ത് വരുന്നത്. എല്ലാവരും ഇതിൻ്റെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ശകലം ഉപ്പിടും. ഞാനിടുന്നില്ല. ശർക്കരയ്ക്ക് ഉപ്പുണ്ടെന്ന് തോന്നി. നാക്കിൽ വെച്ച് നോക്കിയപ്പോൾ ഉപ്പുണ്ടായിരുന്നു ശർക്കരയ്ക്ക്, അതുകൊണ്ട് ചേർക്കുന്നില്ല. അങ്ങനെ നന്നായി ഇളക്കി വെള്ളം പറ്റുമ്പം ആ പാത്രത്തിൽ നിന്ന് തന്നെ ഇങ്ങനെ ചക്ക തന്നെത്താനെ തന്നെ ഇങ്ങോട്ട് വീഴാൻ തുടങ്ങും. ഇളക്കി ചരിക്കുമ്പോഴൊക്കെ ഇങ്ങോട്ട് ഇളകി വരും. ആ സമയത്ത് നമുക്ക് കോരി മാറ്റാം. അല്ലെങ്കിൽ തണുക്കുമ്പോൾ ടിന്നിലടയ്ക്കാതുണ്ട്. തണുക്കുമ്പോൾ ഞാനൊരു നെയ്യുടെ പാത്രത്തിനകത്ത് അടച്ചു വെച്ചേക്കുകയാണ്, മോളൊക്കെ വരുമ്പോൾ കൊടുക്കുന്നതിന് വേണ്ടി. തണുത്തപ്പോൾ കോരി വെച്ചതാണത്.